കാർഡിയോ മാർക്കേഴ്സ് ബ്ലഡ് ടെസ്റ്റിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് 5 പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചാണ്. അതിൽ രണ്ടെണ്ണത്തെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു, APOAയും APOBയും. മൂന്നാമത്തെ ബ്ലഡ് ടെസ്റ്റ് ആണ് ലൈപ്പോപ്രോട്ടീൻ എ എന്ന് പറയും, LPA എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അത്തരത്തിലുള്ള പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടിയാണ് LPA എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയധമനികളിൽ പ്ലേക്സും ഇൻഫ്ലമേഷൻസും ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂളാണ് ലൈപ്പോപ്രോട്ടീൻ എ എന്ന് പറയും. അപ്പൊ ലൈപ്പോപ്രോട്ടീൻ എ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഹാർട്ട് CT ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൃദയധമനികളിൽ അതേപോലെ തന്നെ തലച്ചോറിൽ വന്ന രക്തക്കുഴലിലൊക്കെ നമുക്ക് കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അഞ്ചാമത്തെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട, ഇന്ന് എത്ര പേര് ഈ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. വളരെ പ്രധാനപ്പെട്ട, അതേസമയം ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ എല്ലാവരും എടുക്കേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഹോമോസിസ്റ്റൈൻ എന്ന് പറയും. ഹോമോസിസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മെറ്റബോളിക് വേസ്റ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ആഹാരങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായുവോടൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിക് വേസ്റ്റുകളുണ്ട്. നമുക്ക് മൂത്രത്തിലൂടെയും മലത്തിലൂടെയും വേർപ്പിലൂടെയും ഒക്കെ വേസ്റ്റുകൾ പുറന്തള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ ഡീടോക്സിഫിക്കേഷൻ, നമ്മളെ വയറിന്റെ ഡീടോക്സിഫിക്കേഷൻ വളരെ കുറവാണ്. പണ്ടൊക്കെ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ വയർ ഇളക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് തീരെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്സിൻസ്, ശരീരത്തിൽ അമിതമായിട്ടുള്ള ടോക്സിൻസ്, അത് മെറ്റബോളിക് വേസ്റ്റ് ആയിട്ട് അടഞ്ഞുകൂടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്കിളാണ്, ഒരു മോളിക്യൂളാണ് ഹോമോസിസ്റ്റൈൻ. ഇതും ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പറയപ്പെടുന്നത് 70% ഹൃദയ സംബന്ധമായ അസുഖത്തിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ഹോമോസിസ്റ്റൈൻ ആണ്. രണ്ടാമത്തെ റീസൺ ആണ് APOB എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ LDLും ട്രൈഗ്ലിസറൈഡ് മാത്രം എടുത്തിട്ട് നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യം മെഷർ ചെയ്യാൻ നിൽക്കരുത്. You go for these 5 blood tests.